ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് PSC എക്സാമിനേഷന് ചോദിച്ച വേറിട്ട ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ബിഗ് പുഷ് തിയറി നിർദ്ദേശിച്ചത് റോസൻസ്റ്റീൻ റോഡൻ. സ്തംഭനാവസ്ഥയിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയ തള്ളൽ ആവശ്യമാണെന്നതാണ് ബിഗ് പുഷ് തിയറി മുന്നോട്ട് വെച്ച ആശയം. ഇപ്പോൾ പോളണ്ടിൻ്റെ ഭാഗമായ ക്രോക്കോയിൽ നിന്നുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പോൾ റോസൻസ്റ്റീൻ റോഡൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലീഷ്മാനിയാസിസിനുള്ള വെക്ടർ ഓർഗാനിസം. സാൻഫ്ലൈ. ലീഷ്മാനിയ എന്ന പ്രോട്ടോസോവയാണ് ലീഷ്മാനിയാസിസിന്റെ രോഗകാരി. എന്നാൽ രോഗകാരിയെ വഹിച്ചുകൊണ്ട് രോഗം പരത്തുന്നത് സാൻഫ്ലൈ ആണ്. ഇനി കുറച്ച് രോഗങ്ങളും രോഗകാരികളും തന്നിട്ടുണ്ട്. പ്രോട്ടോസോവൻ രോഗങ്ങൾ. മലമ്പനി. രോഗകാരി പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അമീബിയാസിസ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഇനി വൈറസ് രോഗങ്ങൾ. റുബെല്ല വൈറസ്, വസൂരി, വേരിയോള വൈറസ്, പോളിയോ മെലൈറ്റസ്, പോളിയോ വൈറസ്, ചിക്കൻ പോക്സ്, വെരിസെല്ല സോസ്റ്റർ, പേവിഷബാധ, റാബീസ് വൈറസ്. ജെനിറ്റൽ ഹെർപ്പിസ്, ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2. പകർച്ചപ്പനി, ഇൻഫ്ലുവൻസ വൈറസ്. അഞ്ചാം പനി, മീസിലസ് വൈറസ്, റൂബിയോള വൈറസ്. മുണ്ടിനീര്, മംസ് വൈറസ്. ഇനി ബാക്ടീരിയ രോഗങ്ങൾ. ക്ഷയം, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. കുഷ്ഠം, മൈക്കോബാക്ടീരിയം ലെപ്രെ. ഡിഫ്തീരിയ, കോറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ. കോളറ, വിബ്രിയോ കോളറ. ടെറ്റനസ്, ക്ലോസ്ട്രിഡിയ ടെറ്റനൈ. സിഫിലിസ്, ട്രിപ്പോണിമ പാല്ലിഡം. ഗൊണറിയ, നൈസീറിയ ഗൊണറിയ. ക്ലാമിഡിയാസിസ്, ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ്. അപ്പം വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും ഒക്കെ മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നദി മറ്റൊരു നദിയുടെ ഒഴുക്ക് പിടിച്ചെടുക്കുന്ന റിവർ പൈറസി എന്നറിയപ്പെടുന്ന സവിശേഷമായ ഒരു പ്രതിഭാസത്താൽ സവിശേഷമായ ഇന്ത്യയിലെ ഏത് നദീ സംവിധാനമാണ്? ബ്രഹ്മപുത്ര നദീ സംവിധാനം. നദികളുടെ ഭാഗമായുള്ള ചെറു അരുവികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നദിയുടെ ഗതിയെ തന്നെ മാറ്റുന്ന പ്രതിഭാസമാണ് റിവർ പൈറസി. അരുവികൾ നദിയെ മോഷ്ടിക്കുന്നു എന്ന അർത്ഥത്തിലാണ് റിവർ പൈറസി എന്ന പേര് വന്നത്. ഇന്ത്യയിൽ ബ്രഹ്മപുത്രയിൽ എന്ന പോലെ അലാസ്കയിലെ അൽസക് നദിയിലുണ്ടായതും അമേരിക്കയിലെ ഗില നദിയെ കൊളറാഡോ നദി തട്ടിയെടുത്തതും കാനഡയിലെ ഹിമാനിയായ കസ്കവുൾഷ് ഉരുകിയൊലിച്ചതിനെ തുടർന്ന് സ്ലിംസ് നദിയിൽ സംഭവിച്ചതുമെല്ലാം റിവർ പൈറസിക്ക് ഉദാഹരണങ്ങളാണ്. ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളും ഭൂഗർഭ ജലവിധാനത്തിലെ വ്യതിയാനവും കാലാവസ്ഥാ മാറ്റവുമെല്ലാം റിവർ പൈറസിക്ക് കാരണമാകാറുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. ഇവയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി ഗംഗയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഗംഗാ നദിയാണ്. എത്ര കിലോമീറ്റർ? 2500 കിലോമീറ്റർ ദൂരമാണ് ഗംഗാ നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. 2880 കിലോമീറ്റർ നീളമുള്ള സിന്ധു 709 കിലോമീറ്റർ ദൂരവും. അപ്പം 2880 കിലോമീറ്റർ നീളമുണ്ട് സിന്ധുവിന്, പക്ഷേ 709 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. 2900 കിലോമീറ്റർ നീളമുള്ള ബ്രഹ്മപുത്ര 725 കിലോമീറ്റർ ദൂരവും മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിലാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. യമുന, സോൺ, ഘാഘ്ര, കോസി, ഗാണ്ഡക് എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതിലേക്കൂടെയൊക്കെയാണ് ഒഴുകുന്നത്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ. ദേവനദി, ജാഹ്നവി, ഹൈമവതി തുടങ്ങിയ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ഗംഗയാണ്. ദേവപ്രയാഗിൽ വെച്ചാണ് ഭാഗീരഥി, അളകനന്ദ എന്നീ നദികൾ കൂടി ചേർന്ന്
ഗംഗയായി മാറുന്നത്. അപ്പം എവിടെ വെച്ചാണ്? ദേവപ്രയാഗിൽ വെച്ച്. ഭാഗീരഥി, അളകനന്ദ എന്നീ നദികൾ കൂടി ചേർന്ന് ഗംഗയായി മാറുന്നു. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേരുകളാണ് പത്മ, മേഘന എന്നിവ. അപ്പം ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് ഏതാണ്? പത്മ, മേഘന. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു ഉത്ഭവിക്കുന്നത്. സ്വൻ ഹൈഡൻ ആണ് സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടെത്തിയത്. ആരാണ് സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടെത്തിയത്? സ്വൻ ഹെഡിൻ. സ്വൻ ഹെഡിനാണ് സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടെത്തിയത്. ലഡാക്കിലൂടെയാണ് സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇതുവഴിയാണ്, ലഡാക്കിലൂടെയാണ്. നങ്ക പർവ്വതത്തിനടുത്ത് വെച്ച് പാകിസ്ഥാനിലേക്ക് കടക്കുന്നു. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് പ്രധാന പോഷക നദികൾ. അപ്പം സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയവ. മഞ്ഞ് നിറഞ്ഞ ട്രാൻസ് ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. കൈലാസ പർവ്വതത്തിന് തെക്ക് കിഴക്കുള്ള ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനിയിലാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം. അരുണാചൽ പ്രദേശിലൂടെ ആണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇതിലെ കൂടെയാണ്? അരുണാചൽ പ്രദേശിലൂടെ. അരുണാചൽ പ്രദേശിലൂടെയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അരുണാചൽ പ്രദേശിലൂടെയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ലൗഹിത്യ എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നു. അപ്പം ലൗഹിത്യ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം എന്നും ഇന്ത്യയിലെ ചുവന്ന നദി എന്നും അറിയപ്പെടുന്നു. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി, ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ബ്രഹ്മപുത്രയിലാണ്. ടീസ്ത, മാനസ്, ധനുശ്രീ, ലോഹിത് എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ഇപ്പൊ ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ടീസ്ത, മാനസ്, ധനുശ്രീ, ലോഹിത്. ടിബറ്റിൽ സാങ്പോ എന്നും അരുണാചൽ പ്രദേശിൽ ഡിഹാങ് എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും അറിയപ്പെടുന്നു. ഇപ്പം ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സാങ്പോ, അരുണാചൽ പ്രദേശിൽ ഡിഹാങ്, ബംഗ്ലാദേശിൽ ജമുന. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ നയത്തിൽ റൂർബൻ എന്ന പുതിയ പദം സൂചിപ്പിക്കുന്നത്? ഗ്രാമപ്രദേശത്തിൻ്റെ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നഗരപ്രദേശത്തിൻ്റെ സാമ്പത്തിക സവിശേഷതകളുള്ളതും ജീവിത രീതികൾ പിന്തുടരുന്നതുമായ ഭൂവിഭാഗമാണ് റൂർബൻ. കൃഷിഭൂമി കൂടി ഉൾപ്പെടുന്ന നഗരത്തിനോട് ചേർന്നുള്ളവയാണിവ ആണ് റൂർബൻ. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ബയോട്രിക്? മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യ. അപ്പം ബയോട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യയാണ്. ജൈവ മാലിന്യത്തെ പൈറോളിസിസ് ഉപയോഗിച്ച് ഉപയോഗപ്രദമായ വസ്തുക്കളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ബയോട്രിക്. വായുവില്ലാത്ത അറയ്ക്കുള്ളിൽ മാലിന്യങ്ങൾ അടച്ച് 400 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുകയാണിവിടെ ചെയ്യുന്നത്. ഇതിലൂടെ ബയോ ഓയിൽ, ഇലക്ട്രിസിറ്റി, ബയോചാർ വളം എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഹിയ, ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നതാണ് പൂർണ്ണരൂപം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും വളങ്ങളും പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തുന്ന രീതിയാണിത്. ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന കൃഷി രീതി കൂടിയാണിത്. ലൈസ, ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിരീതി. അടിയന്തര ഘട്ടത്തിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ ഉപയോഗപ്പെടുത്തുന്നു. നൈസ, നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാക്കുന്ന സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത രീതി. കമ്പോസ്റ്റിംഗ്, പോഷക സമ്പന്നമായ മണ്ണിൽ ചേർക്കുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ, ഇലകൾ, പുല്ല് എന്നിവ പോലെയുള്ള ജൈവ മാലിന്യങ്ങളെ വിഘടിപ്പിക്കുന്നതാണ് കമ്പോസ്റ്റിംഗ്.
സൂക്ഷ്മാണുക്കൾ, പുഴുക്കൾ, മറ്റ് വിഘാടകർ എന്നിവയുടെ പ്രവർത്തനത്തിലൂടെയാണ് കമ്പോസ്റ്റിംഗ് സാധ്യമാകുന്നത്. വായുരഹിത ദഹനം. ഭക്ഷണം, കാർഷിക അവശിഷ്ടങ്ങൾ, ബയോഗ്യാസ്, ഡൈജസ്റ്റേറ്റ് എന്നിവ പോലെയുള്ള ജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി. കാർഷിക വ്യാവസായിക ക്രമീകരണങ്ങൾ പോലുള്ള വലിയ അളവിലുള്ള മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വായുരഹിത ദഹനം ഫലപ്രദമാണ്. വെർമി കൾച്ചർ. മണ്ണിരകൾ ജൈവ വസ്തുക്കളെ ദഹിപ്പിക്കുകയും പോഷക സമ്പുഷ്ടമായ വിസർജ്യം പുറന്തള്ളുകയും ചെയ്യുന്നു. ഇത് വളമായി ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് പ്രധാന ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന അനുബന്ധ വിവരങ്ങൾ ലിസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. കാരണം ചിലപ്പം ഇത് ചോദിച്ചു വെക്കാം, അറിയാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മന്ത്രിപദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? സി. അച്യുതമേനോൻ. അച്യുതമേനോൻ്റെ 2364 ദിവസത്തെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇ.കെ. നായനാർ, 10 വർഷവും 353 ദിവസവും. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയൻ. അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിമാരും കാലഘട്ടവുമാണ് കൊടുത്തിരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാട് 1957 ഏപ്രിൽ 5 മുതൽ 1959 ജൂലൈ 31 വരെ. പട്ടം താണുപിള്ള 1960 ഫെബ്രുവരി 22 മുതൽ 1962 സെപ്റ്റംബർ 26 വരെ. ആർ. ശങ്കർ 1962 സെപ്റ്റംബർ 26 മുതൽ 1964 സെപ്റ്റംബർ 10 വരെ. EMS നമ്പൂതിരിപ്പാട് 1967 മാർച്ച് 6 മുതൽ 1969 നവംബർ 1 വരെ. സി. അച്യുതമേനോൻ 1969 നവംബർ 1 മുതൽ 1970 ഓഗസ്റ്റ് 1 വരെ. സി. അച്യുതമേനോൻ 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെ. കെ. കരുണാകരൻ 1977 മാർച്ച് 25 മുതൽ 1977 ഏപ്രിൽ 25 വരെ. എ. കെ. ആന്റണി 1977 ഏപ്രിൽ 27 മുതൽ 1978 ഒക്ടോബർ 27 വരെ. പി. കെ. വാസുദേവൻ നായർ 1978 ഒക്ടോബർ 29 മുതൽ 1979 ഒക്ടോബർ 7 വരെ. സി. എച്ച്. മുഹമ്മദ് കോയ 1979 ഒക്ടോബർ 12 മുതൽ 79 ഡിസംബർ 1 വരെ. ഇ. കെ. നായനാർ 1980 ജനുവരി 25 മുതൽ 81 ഒക്ടോബർ 20 വരെ. കെ. കരുണാകരൻ 1981 ഡിസംബർ 28 മുതൽ 82 മാർച്ച് 17 വരെ. കെ. കരുണാകരൻ 1982 മെയ് 24 മുതൽ 87 മാർച്ച് 25 വരെ. ഇ. കെ. നായനാർ 87 മാർച്ച് 26 മുതൽ 91 ജൂൺ 17 വരെ. കെ. കരുണാകരൻ 1991 ജൂൺ 24 മുതൽ 95 മാർച്ച് 16 വരെ. എ. കെ. ആന്റണി 1995 മാർച്ച് 22 മുതൽ 96 മെയ് 9 വരെ. ഇ. കെ. നായനാർ 96 മെയ് 20 മുതൽ 2001 മെയ് 13 വരെ. എ. കെ. ആന്റണി 2001 മെയ് 17 മുതൽ 2004 ഓഗസ്റ്റ് 29 വരെ. ഉമ്മൻചാണ്ടി 2004 ഓഗസ്റ്റ് 31 മുതൽ 2004 ഓഗസ്റ്റ് 2006 മെയ് 12 വരെ. വി. എസ്. അച്യുതാനന്ദൻ 2006 മെയ് 18 മുതൽ 2011 മെയ് 14 വരെ. ഉമ്മൻചാണ്ടി 2011 മെയ് 18 മുതൽ 2016 മെയ് 20 വരെ. പിണറായി വിജയൻ 2016 മെയ് 25 മുതൽ തുടരുന്നു. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. മുഖ്യമന്ത്രിമാരുടെ പേരുകളെല്ലാം പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ GSTയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് അസീം ദാസ് ഗുപ്ത. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ബംഗാൾ ധനമന്ത്രിയുമായിരുന്നു അസീം ദാസ് ഗുപ്ത. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ഡോക്ടറേറ്റും നേടിയ അദ്ദേഹം 2000 മുതൽ 2011 വരെ GST തയ്യാറാക്കുന്നതിനുള്ള സംസ്ഥാന ധനമന്ത്രിമാരുടെ എംപവേർഡ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. GST നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 122ാം ഭരണഘടനാ ഭേദഗതി ബിൽ 2016 ഓഗസ്റ്റ് 3 രാജ്യസഭയും 122ാം ഭരണഘടനാ ഭേദഗതി ബിൽ 2016 ഓഗസ്റ്റ് 3 രാജ്യസഭയും 2016 ഓഗസ്റ്റ് 8 ലോക്സഭയും പാസാക്കി. പിന്നീട് ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി നടത്തി 101ാം ഭരണഘടനാ ഭേദഗതി നിയമമായി സെപ്റ്റംബർ 8 നിലവിൽ വന്നു.
2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. അപ്പം GST നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1-ന്. സാധന സേവനങ്ങളുടെ ഉപഭോഗത്തെ അടിസ്ഥാനമാക്കി ഓരോ പ്രദേശത്തെ ആശ്രയിച്ചിട്ടുള്ള നികുതിയാണ് ചരക്ക് സേവന നികുതി. ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ചുമത്തപ്പെടുകയും ഓരോ ഘട്ടത്തിലും അടച്ച നികുതി കുറവ് ചെയ്ത് അടയ്ക്കാവുന്നതുമായ നികുതിയാണ് GST. ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർധനയ്ക്കു മാത്രമുള്ള നികുതിയുടെ ഭാരം അന്തിമ ഉപഭോക്താവിന് മാത്രമായിരിക്കും. GSTയിൽ ഉൾപ്പെട്ട നികുതികൾ. ഇപ്പം GSTയിൽ ഉൾപ്പെട്ട നികുതികൾ കേന്ദ്ര സർക്കാർ ചുമത്തുന്നവ ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, അധിക എക്സൈസ് ഡ്യൂട്ടി. അപ്പോൾ ഇത് നല്ലോണം പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെയാണ് GST? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, അധിക എക്സൈസ് ഡ്യൂട്ടി, അധിക കസ്റ്റംസ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സേവന നികുതി, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർചാർജുകളും സെസ്സുകളും. ഇനി GSTയിൽ ഉൾപ്പെട്ട സംസ്ഥാന നികുതികൾ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന നികുതികൾ ഏതൊക്കെയാണ്? സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, ആഡംബര നികുതി, എല്ലാ വിധത്തിലുമുള്ള പ്രവേശന നികുതി, വിനോദ നികുതി, പരസ്യ നികുതി, വാങ്ങൽ നികുതി, ലോട്ടറി, ചൂതാട്ടം, വാതുവയ്പ് തുടങ്ങിയവയുടെ മേൽ ചുമത്തുന്ന നികുതി, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന സർചാർജുകളും സെസ്സുകളും. അപ്പോൾ അതാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന നികുതികൾ. 101ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം GSTയുടെ പരിധിയിൽ നിന്നും മാറ്റി നിർത്തിയ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അതായതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ജനങ്ങളുടെ ഉപഭോഗത്തിനുള്ള മദ്യം, ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഹൈസ്പീഡ് ഡീസൽ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി. GSTL ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് എന്നാണ് പൂർണ്ണരൂപം. GST നടപ്പാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും നികുതിദായകർക്കും വിവര സാങ്കേതിക വിദ്യയിലൂടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതാണിത്. IGST അന്തർ സംസ്ഥാന ചരക്കു സേവന വിതരണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് GST. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 269A പ്രകാരം ഈ നികുതി വിധിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. എന്നാൽ ഇങ്ങനെ പിരിക്കുന്ന നികുതിയെ GST കൗൺസിലിന്റെ ശുപാർശയിന്മേൽ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമാനുസരണം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കണം. GST കൗൺസിൽ ചരക്കു സേവന നികുതി ചുമത്തേണ്ടത് ഏതൊക്കെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമാണ്, ആദായത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഒഴിവാക്കുന്ന പരിധി തുടങ്ങിയ GSTയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര ധനമന്ത്രി ചെയർമാനായുള്ള GST കൗൺസിലാണ്. സംസ്ഥാനങ്ങൾ തമ്മിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും GST വിഷയത്തിൽ പൊരുത്തക്കേടുകളില്ലെന്നും ഒത്തൊരുമയുണ്ടെന്നും കൗൺസിൽ ഉറപ്പുവരുത്തുന്നു. മീറ്റിംഗിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 4/3 ഭൂരിപക്ഷത്തിലാണ് കൗൺസിൽ തീരുമാനങ്ങൾ എടുക്കുക. 2016 സെപ്റ്റംബർ 12-ന് GST കൗൺസിൽ രൂപവൽക്കരിക്കുന്നതിനും അതിന്റെ സെക്രട്ടേറിയറ്റ് ന്യൂഡൽഹിയിൽ സ്ഥാപിക്കുന്നതിനും കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി. GST കൗൺസിലിന്റെ അധ്യക്ഷ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. അപ്പം GST കൗൺസിലിന്റെ അധ്യക്ഷ ആരാണ് എന്ന് ചോദിച്ചാൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നിലവിൽ കേരളത്തിൽ നിന്നുള്ള അംഗം സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലാണ്. GST കൗൺസിലിലെ അംഗങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രി, ഇത് നോട്ട് ചെയ്തേക്കുക, കേന്ദ്ര ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യ റവന്യൂ സഹമന്ത്രി, സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനമന്ത്രിമാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും മന്ത്രിമാർ, സംസ്ഥാന അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി. അപ്പം ഇത് പ്രസ്താവന രൂപത്തിലൊക്കെ ചോദിക്കാൻ ഒക്കെ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നല്ലപോലെ നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 103-ാം ഭരണഘടനാ ഭേദഗതി കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർക്കാർ ജോലികളിൽ പ്രവേശനത്തിന് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് 10% സംവരണം ഏർപ്പെടുത്തി. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 103-ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇനി പ്രധാന ഭരണഘടനാ ഭേദഗതി നിയമങ്ങളാണ്. ഇപ്പം 104 2020-ലാണ് നിലവിൽ വന്നത്. ലോകസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഒഴിവാക്കി. ലോകസഭയിലും നിയമസഭകളിലുമുള്ള
SC/ST സംവരണം 2030 വരെ ദീർഘിപ്പിച്ചു. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. 102 2018 വന്നത്. പിന്നോക്ക വിഭാഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. 101 ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം, പിന്നോക്ക വിഭാഗക്കാർക്കുള്ള ദേശീയ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 102. 101 2016 ചരക്ക് സേവന നികുതി നടപ്പാക്കി. 74 1992 നഗരങ്ങളിലെ പ്രാദേശിക സർക്കാരുകൾക്ക് ഭരണഘടനാപരമായ സ്ഥാനം നൽകി. 73 1992 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകി. 61 1989 ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 61 ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ 73 1989 ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21 നിന്നും 18 ആക്കി. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി ആമുഖത്തിൽ സോഷ്യലിസം, സെക്യൂറലിസം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തി മൗലിക അവകാശങ്ങളിലെ 31, 32 വകുപ്പുകൾ ഭേദഗതി ചെയ്തു. നിർദ്ദേശക തത്വങ്ങളിൽ പുതിയവ കൂട്ടിച്ചേർത്തു, മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 44ാം ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയിലെ ചില മാറ്റങ്ങൾ റദ്ദാക്കി. അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളിൽ ആയുധ കലാപം എന്നത് മാറ്റി അത് സായുധ വിപ്ലവം എന്നാക്കി. 31 1972 ലോകസഭാ സീറ്റുകളുടെ എണ്ണം 525 നിന്നും 545 ഉയർത്തി. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 14 1962 പോണ്ടിച്ചേരിയെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവന്നു എന്നാണ് 1962. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഹിമാചൽ പ്രദേശ്, ഗോവ, ത്രിപുര, ദാമൻ ആൻഡ് ദിയു, മണിപ്പൂർ, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്ക് നിയമനിർമ്മാണ സഭയും മന്ത്രിമാരുടെ സമിതിയും നടപ്പാക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്നത് നിഷ്ക്രിയത്വം മൂലമുള്ള രോഗം അല്ലെങ്കിൽ ശീലമായ പ്രവർത്തനത്തിൻ്റെ താഴ്ന്ന നില. കായിക പ്രവർത്തനങ്ങളുടെയും ചലനങ്ങളുടെയും അഭാവം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്നറിയപ്പെടുന്നത്. വ്യായാമക്കുറവാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. അതിറോസ്ക്ലീറോസിസ്, ഹൃദയാഘാതം, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, പൊണ്ണത്തടി, ഓസ്റ്റിയോപോറോസിസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന രോഗങ്ങളാണ്. അതിറോസ്ക്ലീറോസിസ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബയോളജിയുടെ പാഠഭാഗത്ത് അല്ലേ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുകയും മതിയായ വ്യായാമമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ധമനി ഭിത്തിയിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നു. ഇത് അതിറോസ്ക്ലീറോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഹൃദയാഘാതം കൊറോണറി ധമനിയിൽ രക്തം കട്ടപിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥയുണ്ടാവുകയും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സ്ട്രോക്ക് മസ്തിഷ്കത്തിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും സ്ട്രോക്കിന് കാരണമാകുന്നു. അമിത രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം സാധാരണ അളവിൽ നിന്നും സാധാരണ അളവ് എത്രയാണ്? 120 80 കൂടുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. 140 90 എന്ന അളവിലേക്ക് എത്തുമ്പോഴാണ് അമിത രക്തസമ്മർദ്ദമായി കണക്കാക്കുന്നത്. 120 80 എന്നുള്ളത് 140 90 ആവും. അതാണ് അമിത രക്തസമ്മർദ്ദം. പ്രായമായവരിലും മദ്യപാനികളിലും പൊണ്ണത്തടിയുള്ളവരിലും അമിത രക്തസമ്മർദ്ദത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. ജനിതക കാരണങ്ങളാലും രക്തസമ്മർദ്ദം വരാം. പ്രമേഹം ഡയബറ്റിസ് മെലിറ്റസ് ആണ് പ്രമേഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴോ ഉൽപ്പാദിപ്പിച്ച ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കാനാകാതെ വരുമ്പോഴോ ആണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. കുട്ടികളിലും യുവാക്കളിലും സാധാരണയായി കണ്ടുവരുന്ന ടൈപ്പ് 1 പ്രമേഹത്തിൽ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങളെ പ്രതിരോധ സംവിധാനം തെറ്റായി ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇൻസുലിൻ ഉൽപ്പാദനം നിൽക്കുന്നു. ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ഇൻസുലിൻ ശരിയായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതാണ് കാരണം. ക്രമേണ പാൻക്രിയാസിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വന്നേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞുമൂടിയ ആർട്ടിക് ധ്രുവപ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന്റെ പേര്? ഹെക്കിസ്റ്റോ തെർമുകൾ. എന്താണ്? ഹെക്കിസ്റ്റോ തെർമുകൾ എന്നാണ് മഞ്ഞുമൂടിയ ആർട്ടിക് ധ്രുവപ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന്റെ പേര്. ഹിമ മരുഭൂമികളിലാണ് സാധാരണയായി ഇത്തരം സസ്യങ്ങൾ വളരുന്നത്.
വാർഷിക വർഷപാതം തീരെ കുറവും വർഷത്തിലേറെക്കാലവും തണുത്തുറഞ്ഞു കിടക്കുകയും ചെയ്യുന്ന പ്രദേശങ്ങളിൽ സാധാരണ സസ്യങ്ങൾക്ക് അതിജീവിക്കാനാകില്ല. എന്നാൽ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനാകുന്നവയാണ് ഹെക്കിസ്റ്റോതെർമുകൾ. സാമോഫൈറ്റ്സ് മണൽ പ്രദേശത്ത് വളരുന്ന സസ്യങ്ങൾ. മണൽ പ്രദേശത്ത് വളരുന്ന സസ്യങ്ങളാണ് സാമോഫൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഹാലോഫൈറ്റ്സ് ലവണജലത്തിലും ലവണാംശമുള്ള മണ്ണിലും വളരുന്ന സസ്യങ്ങൾ. ഹാലോഫൈറ്റ്സ്. സൈറോഫൈറ്റ്സ് ഉഷ്ണ മരുഭൂമികളിൽ വളരുന്ന സസ്യങ്ങൾ. അപ്പോൾ ഉഷ്ണ മരുഭൂമികളിൽ വളരുന്ന സസ്യങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ സീറോഫൈറ്റ്സ്. ഓക്സലോഫൈറ്റ്സ് അസിഡിറ്റി കൂടിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ. അപ്പോൾ അസിഡിറ്റി കൂടിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഓക്സലോഫൈറ്റ്സ് എന്ന് ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇനി കുറച്ച് റെയർ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം.